ഹൈ കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് വിളവെടുക്കാം. വിളവെടുപ്പ് ഒരു കുഞ്ഞു വിളവെടുപ്പ്, കോവക്കുണ്ട്, പലതരം ചൂരുണ്ട്. ഞാൻ കൃഷി എടുക്കുമ്പോൾ നടുന്ന് നിങ്ങളെ കാണിക്കാറുണ്ട്, അതിന്റെ വളർച്ച ഞങ്ങളെ കാണിക്കാറുണ്ട്. ഇപ്പം വിളവെടുപ്പ് നിങ്ങളെ കാണിക്കണമല്ലോ. വിളവെടുപ്പും തോരൻ ഉണ്ടാക്കുന്നത് വരെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതാണ്. ഇന്ന് ഞാൻ പലതരം ചീര, കോവക്ക ഒക്കെ വിളവെടുക്കാറുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നിങ്ങൾക്കും കാണാനും. എന്റെ കോവക്കക്ക് സൂര്യപ്രകാശം വെയിലങ്ങ് കിട്ടിയാലുണ്ടല്ലോ ഇത് നന്നായിട്ടുണ്ടാവും. നന്നായി ഉണ്ടായിട്ട് നമുക്ക് വിളവെടുത്ത് മടുക്കും. എത്രയാ ഉണ്ടായത്. വിളവെടുക്കാണ്ട് നിന്നുണ്ടെങ്കിൽ ഇതിന്റെ വളർച്ച തന്നെ മരിച്ചു. നിറയെ ഉണ്ടായിട്ടുണ്ട്. മുറ്റത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ വെയില് കിട്ടാന്. വെയിലത്തിന് നിർബന്ധാണല്ലോ. അപ്പൊ നമ്മൾ ചാക്കിലൊക്കെ നട്ടാൽ മതി, എന്നാൽ തന്നെ നന്നായിട്ടുണ്ടാവും. നിലം തന്നെ വേണമെന്നില്ല. ചാക്കിൽ ഇങ്ങനെ നട്ടിങ്ങനെ നനച്ചു കൊടുത്താലുണ്ടല്ലോ കോവക്ക വിളവെടുത്തിട്ട് നമുക്ക് ദിവസേന വിളവെടുക്കാം. വിളവെടുത്ത് കുറേ വിളവെടുത്തു, കണ്ടില്ലേ? അടിപൊളി വിളവെടുപ്പാ. നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്ര മതിയല്ലോ നമുക്കിതാ. ഇത് താമസിച്ച് പോയാലുള്ള ബുദ്ധിമുട്ടായി. എന്താ പഴുത്ത് പോവുക. ഇതിന്റെ കളറ് കണ്ടോ, എന്താ ചോപ്പ്. ഇപ്പൊ 2 ദിവസത്തിനുള്ള കോവക്ക കിട്ടി. അപ്പൊ എല്ലാരും ഇങ്ങനെ കോവക്കൊക്കെ നടുക കേട്ടോ. നല്ല വെയിലുള്ളോട്ട് കൊണ്ടുപോയി അങ്ങ് നട്ടു കൊടുത്താൽ മതി. വളമൊന്നും വേണ്ട, നനച്ചു കൊടുത്താൽ മതി. എന്നാൽ ഇത്രയ്ക്കും സൂപ്പറിൽ കിട്ടും. ഞാൻ ഒന്നരാടം പറഞ്ഞു. ഇനി ഞാൻ വിളവെടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ചീരയാട്ടോ. ഇംഗ്ലീഷ് ചീര വിളവെടുക്കാൻ വരികയാണ് കാണാൻ. ഇവിടെയാണ് ഇംഗ്ലീഷ് ചീര ഉള്ളത്. ഇത് ഈ തളിരേ പറ്റുള്ളൂ. തളിര് ഇങ്ങനെ വിളവെടുത്താലുണ്ടല്ലോ നല്ല ടേസ്റ്റാ. ഇതിന്റെ തോരന് പ്രത്യേക ടേസ്റ്റാ കേട്ടോ. എല്ലാ സ്ഥലത്തും ഉണ്ടാ. ഇത് മഴക്കാലം. ഇതാ ഇംഗ്ലീഷ് ചീര വിളവെടുത്തു. ഇന്ന് ഇത്ര മതി. ഇനി അടുത്തത് ചായ മനസ വിളവെടുക്കാൻ പോകും. ചായ മനസ്സൊക്കെ വേഗം പൊട്ടിച്ചു കൊടുക്കണം. എന്നാലില്ലേ വേഗം നിറയെ ഇതിന്റെ ശാഖ വന്നോളൂ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്താലും സൂപ്പറായിട്ടുണ്ടാവും. ഇടയ്ക്കൊരു മഴ കിട്ടിയാൽ മതി. ഇതാ ഇന്ന് ഇത്രയും പറിച്ചു ചായ മനസ്സ. ഇതിന്റെ കമ്പ് കണ്ടില്ലേ, ഇതങ്ങ് നട്ടുകൊടുത്താൽ മതി കേട്ടോ. ഇത് വലിച്ചെറിഞ്ഞാൽ മതി, എന്നാൽ തന്നെ മുളക്കും. അതിന് വലിയ കൃഷി. ഇനി മുരിങ്ങ പറിക്കാൻ പോണം. മുരിങ്ങയില പിന്നെ പറയണ്ടല്ലോ ഞാൻ അതിന്റെ ഗുണങ്ങള്. കുറച്ച് വിളവെടുത്താലേ നമ്മൾ എടുത്ത് പൊട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇതങ്ങ് മരം പോലെ ആയിട്ടാകുമ്പോ പിന്നെ കിട്ടൂല. മുരിങ്ങക്കൊമ്പൊക്കെ നടേണ്ട ടൈമാണ്. മുരിങ്ങക്കൊമ്പൊക്കെ നട്ടാൽ നമുക്ക് ആവശ്യത്തിന് ഇതൊക്കെ നമുക്ക് തോരൻ വെക്കാം. അല്ലെങ്കിൽ നമുക്ക് രാവിലെ ദോശക്ക് ഇഡലിക്ക് ഒക്കെ നമുക്ക് നല്ല കറി ഉണ്ടാക്കാം, തേങ്ങ അരച്ചിട്ട്. എന്ത് ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതെല്ലാം നട്ടുപിടിപ്പിച്ചോളൂ എല്ലാവരും. അതിന് ടൈമായിട്ടുണ്ട്. ഇനി പച്ചമുളക് ഇത് നാശമായി പോയ ചെടിയായിരുന്നു. വെള്ളിച്ച വന്നിട്ട് പിന്നെ ഞാൻ എന്റെ മരുന്നൊക്കെ അടിച്ചിട്ട് 2ാമത് ആളായി എടുത്ത് നന്നായി കഴിച്ചിട്ടുണ്ട്. ഇനി കറിവേപ്പില നമ്മളിങ്ങനെ പൊക്കാൻ വിടും. ഇത് വെട്ടിക്കൊടുക്കണം. നമ്മളെ ആവശ്യത്തിനുള്ളൊക്കെ നമുക്ക് വേണം. എല്ലാം നട്ടുപിടിപ്പിക്കണം. കൂടുതലൊന്നും വേണ്ട, നമ്മൾ ഇങ്ങനെ ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. ഇനി വഴുതന കണ്ടില്ലേ, അടിപൊളി വഴുതന. രണ്ടിലുണ്ട്. ഇത്ര മതി, 2 വഴുതന മതി. അപ്പത്തുള്ളൊന്നും വിളവെടുക്കും. ഇനി ഞാന് പൊന്നാങ്കണ്ണി എത്ര ഉണ്ടായിന്. നമുക്ക് നട്ടുപിടിപ്പിക്കാൻ കുറേ സ്ഥലമൊന്നും വേണ്ട.
കണ്ടില്ല ഞാൻ കുപ്പിന്റെ വള്ളഭാഗം വെട്ടിയില്ല. ഒന്ന് കുറേ വിളവെടുത്തു. അപ്പൊ ഞങ്ങളിൽ അധികം വിളവ് എടുക്കൂല, ഒക്കെ ബാക്കിയാവും. ഒക്കെ പൊന്നാങ്കണ്ണി നട്ടതാ, ഇങ്ങനെ ഇതാ ഹാങ് ചെയ്ത് വെച്ചതാ, സ്ഥലമില്ലാത്തതുകൊണ്ട്. നമുക്ക് കൃഷി ചെയ്യാന് ഏക്കറ കണക്കിന് സ്ഥലമൊന്നും വേണ്ട, ഇങ്ങനെയുള്ള ഹാങ് ചെയ്ത് വെച്ചാണ്. കത്രിക വെച്ച് ഇങ്ങനെ അങ്ങനെ കുറേ ചപ്പുകൾ ഞാൻ വിളവെടുത്തു. പൂവൊന്നും താമസിച്ചിട്ട്, പൂവെന്നാലും പ്രശ്നം എന്തേ നടാന്ന് വിചാരിച്ചതാ. ഇത് എൻ്റെ ചീരച്ചേമ്പ. ഇത് ഞാൻ വിളവെടുക്കുന്നില്ല ഇന്ന്, കുറേ ഉണ്ടല്ലോ വിളവെടുത്തത്. ചീരച്ചേമ്പ് അടിപൊളിയായിട്ടുണ്ടായി. എൻ്റെ ചൈനീസ് നാരങ്ങ കണ്ടോ, ഇത് ജ്യൂസ് അടിക്കാൻ ഫസ്റ്റാ. മൂപ്പെത്തിയാൽ നല്ലൊരു മഞ്ഞ കളറ് വരും, നിറച്ചുണ്ടായിട്ടുണ്ട്. ഇതൊന്നും ഇപ്പം വിളവെടുക്കുന്നില്ല. എൻ്റെ റംബൂട്ടാൻ കണ്ടോ, റംബൂട്ടാൻ ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട്. ഇതെൻ്റെ ബട്ടറാ. ബട്ടർ കായ്ച്ചിട്ടുണ്ട്. കായ്ങ്ങൾ കാണുമോ എന്നുള്ളത് അറിയില്ല, വലുതാക്കണം. ഇതാ കായ് കണ്ടോ, ഇതവിടെയൊക്കെ ഉണ്ട്. ഇത് പച്ചച്ചീര വിളവെടുത്ത് കൊടുത്തുകൊണ്ടിരിക്കണം, ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കണം, എന്നാലേ ഇത് പൂവിടാണ്ടൊക്കുള്ളൂ. പൂവിട്ടാൽ പോയി. പിന്നെ ഇതിൻ്റെ ചെറുതായി ഇലകളൊക്കെ ചെറുതായി മുരടിച്ചു. എന്റെ വിളവെടുപ്പ് കണ്ടില്ലേ? ഇന്ന് ചപ്പുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം. എന്തെത്ര തരം ചപ്പുകളുണ്ട് നോക്കി. പച്ചച്ചീര, പൊന്നാങ്കണ്ണി, ചായമൻസ, മുരിങ്ങയില, ഇംഗ്ലീഷ് ചീര, കറിവേപ്പില, കോവക്ക ഇപ്പെട്ടില്ല, എന്നാലും പച്ചമുളകുണ്ട്, നീളമുളകുണ്ട്, കാന്താരിണ്ട്, വെള്ളുണ്ട്, വഴുതിലുണ്ട്. എല്ലാം ഞാൻ ഇന്ന് വിളവെടുത്താം. ഇപ്പൊ നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് ഇതൊക്കെ ഉണ്ടാവും. ഒരു വീട്ടമ്മ വിചാരിച്ച അടുക്കളത്തോട്ടം നമുക്ക് സ്വർണം വിളിക്കുക, അത്രക്കും നമുക്ക് കിട്ടും. എനിക്ക് ഇനിയും കുറെ വിളവെടുക്കാനുണ്ട്, ഇത്ര മതി വെച്ച നിർത്തിയതാ. അപ്പൊ എന്റെ വിളവെടുപ്പ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. എന്റെ വിളവെടുപ്പ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.